ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ചയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. 2020 ഫൈനലായിരുന്നു ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്. കലാശപ്പോരിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചു. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ മാൻ ഓഫ് ദി സീരീസ് ആയി. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും ഒരു മോശം ദിവസം തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ക്രൂഡ് ഓയിൽ വില $100 കടക്കുമോ എന്ന്. ഇന്ന് ഈ സുപ്രഭാതത്തിൽ ക്രൂഡ് ഓയിൽ വില $100 കടന്നിരിക്കുന്നു. ഇറാൻ യുദ്ധം കാരണം പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് അടഞ്ഞ നിലയിൽ തുടരുന്നതിനാൽ മിഡിൽ ഈസ്റ്റിലെ കുവൈറ്റ്, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയുണ്ടായി. ഇതാണ് WTIയും ബ്രന്റും 15% മുകളിൽ ഇന്ന് ഉയരാൻ കാരണമായത്. ഇന്നിപ്പോൾ ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് ഒക്കെ $107 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്, ഇറാനിൽ പുതിയ സുപ്രീം ലീഡറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമാനി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമാനിയെ പുതിയ സുപ്രീം ലീഡറായി ഇറാൻ സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനു മുൻപ് തന്നെ അലി ഖമാനിയുടെ മകൻ അവിടുത്തെ സുപ്രീം ലീഡർ ആകും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഖമാനിയുടെ മകൻ ആക്സെപ്റ്റബിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മുജ്തബ നേതാവായി വരികയാണെങ്കിൽ വീണ്ടും യുദ്ധം നീളും എന്നുള്ള ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. കൂടാതെ വെസ്റ്റിനോട് കൂടുതൽ സഹായകമായിട്ടുള്ള ഒരു പുതിയ നേതാവാണ് US ഉദ്ദേശിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിൽ വില $100 പാസ് ചെയ്തതോടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് എല്ലാം കനത്ത ഇടിവിൽ തന്നെയാണ്. ഡൗ ഫ്യൂച്ചേഴ്സ് 900 പോയിന്റ്സിലേറെയുള്ള ഒരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 2% അടുത്ത് ഇടിവിലും S&P VIX 30 അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 2.5% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ ഇടിവ് തന്നെയാണ് കാണുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 6% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ്, കൊറിയൻ മാർക്കറ്റ് 7.28% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,775 എന്ന നിലയിൽ 3.26% ഇടിവിൽ, അഥവാ 800 പോയിന്റ്സ് ഇടിവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇടിവിനേക്കാൾ ഒരു ഹെവി ഫോളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 770 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ 23,750 മുതൽ 23,850 വരെയുള്ള സോണിന് താഴെയായിട്ടും ഒരു ഓപ്പണിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലോസിംഗ് അതിന് താഴെയാണെങ്കിൽ നമ്മൾ നല്ലോണം ഒന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു എഡ്യൂക്കേഷൻ വ്യൂ പറയുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇറാൻ യുദ്ധം കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് ഇപ്പോഴും അടഞ്ഞ നിലയിൽ തുടരുന്നതിനാൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറച്ചതോടെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയുണ്ടായി. WTI ഫ്യൂച്ചേഴ്സ് 18% നേട്ടത്തിൽ $109 ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സും $109 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം US ക്രൂഡ് ഓയിൽ ഏകദേശം 35% വരെ ഉയർന്നു. ഇത് 1983 മുതൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വീക്ക്ലി ഗെയിൻ കൂടിയായിരുന്നു. അവസാനമായി ക്രൂഡ് ഓയിൽ $100 പിന്നിട്ടത് 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഈ വില വർധനവ് ഇന്ത്യയെ എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ ഏകദേശം 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതായത് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവ് ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്നർത്ഥം. ഇനി GDP വളർച്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സാധാരണയായി ക്രൂഡ് ഓയിൽ വില $10 ഒക്കെ ഉയരുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഏകദേശം 0.5% കുറയാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില ഉയരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂട്ടും, സാധനങ്ങളുടെ വില ഉയരാനുള്ള കാരണമാവും. ഇത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം വളരെയധികം ഉയരാനുള്ള ഒരു കാരണവുമാവും. ഇതുകൂടാതെ ഡോളറിനെതിരെ രൂപ കൂടുതൽ വീക്കാവാനുള്ള സാധ്യതയുമുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 3% മുകളിലുള്ള ഒരു ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമുക്ക് 700 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ?
ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്ന് സ്റ്റോക്ക് ന്യൂസുകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തൊരു ദിവസമാണെങ്കിലും പ്രധാനപ്പെട്ട ചില നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്ക് ന്യൂസുകൾ പറയാം. മാക്സ് എസ്റ്റേറ്റ്സ് ആണ് ആദ്യത്തേത്. നോയിഡയിൽ മാക്സ് 1 പ്രൊജക്റ്റുകൾക്ക് RERA അംഗീകാരം ലഭിച്ചു. 10 ഏക്കർ വികസന പദ്ധതിയാണ്. 2.5 മില്യൺ സ്ക്വയർ ഫീറ്റ് വികസന സാധ്യതയുണ്ട്. ഏകദേശം 2000 കോടി സെയിൽസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണിത്. അടുത്ത മീഷോ എന്ന കമ്പനിയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 2023-24 അസസ്മെൻറ്റ് ഓർഡർ നൽകിയിരിക്കുന്നു. 1499.73 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് എന്ന കമ്പനി അനൂപ് കുമാർ സാഹയെ ഹോൾ ടൈം ഡയറക്ടർ അഥവാ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിക്കാൻ അംഗീകരിച്ചു. ഉടൻ പ്രാബല്യത്തിൽ വന്ന നിയമനമാണിത്. അടുത്തതായി സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. ഫിനാൻഷ്യൽ ഇയർ 2026 ₹6 കമ്പനി ഇൻറ്ററിം ഡിവിഡൻഡായി പ്രഖ്യാപിച്ചു. റെക്കോർഡ് തീയതി മാർച്ച് 12 അടുത്തത് യെസ് ബാങ്ക് ആണ്. വിനയ് മുരളീധർ തോൻസെ MD ആൻഡ് CEO ആയി കമ്പനി നിയമിച്ചിരിക്കുന്നു. മാർച്ച് 12 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. അടുത്തത് ടാറ്റ പവർ കമ്പനിയാണ്. സെയിൽസ് ഫോഴ്സുമായി സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. റൂഫ് ടോപ്പ് സോളാർ, EV ചാർജിംഗ്, സ്മാർട്ട് ഹൗസ് സൊല്യൂഷൻസ് മേഖലകളിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി റൈറ്റ്സ് എന്ന കമ്പനിയാണ്. മൈസൂരു ഹസൻ മാംഗ്ലൂരു റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്റ്റിന് 729.28 കോടി രൂപയുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സർക്കാരിൽ നിന്ന് 45.18 കോടി രൂപയുടെ കൺസൾട്ടൻസി പ്രൊജക്റ്റും കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്ത് FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS വലിയ സെല്ലിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നടത്തിയത്. 6031 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. DIs ആവട്ടെ 6972 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 24,450-ൽ 318 പോയിന്റ്സ് ഇടിഞ്ഞാണ്. വെള്ളിയാഴ്ചത്തെ ആ ഇടിവിന് ശേഷം ഒരു ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. കൂടാതെ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 23,750 മുതൽ 23,850 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് ഈ ഒരു സോൺ വരെ എത്തി ഫോൾ കൂടുതൽ ആവുകയാണെങ്കിൽ, ഒരുപക്ഷെ ഈ സോണും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ കണ്ട രീതിയിലല്ലാത്ത വലിയൊരു ഫോൾ ഒരുപക്ഷെ നിഫ്റ്റിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഗതിയിൽ അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ലഭിച്ചാൽ മാത്രമേ ഒരു റിവേഴ്സൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ പ്രശ്നമായിട്ട് തന്നെയാണ് തുടരുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,783-ൽ 1,273 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സോണിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്നും നല്ലൊരു ഫോൾ വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 56,120 ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,000-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.